ഫാദറും പപ്പനും തന്നല്ല. ദുബായിലൊക്കെ നല്ല കിലാടികളാ, ഗോൾഡ് പൊട്ടിക്കുന്ന ടീമില്ലേ, അവരെ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. ഇവൻ ഏതോ ആളുകളെ ബന്ധപ്പെട്ട് എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഇത് ഉരുക്കിയാണ്. ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത ആളുടെ അടുത്ത് പോയി എന്റെ അനിയൻ മരിച്ചു കിടക്കുക. ആ മയ്യത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 15 ദിവസം ഡിലേ ആയത്. എന്റെ അനിയന്റെ മയ്യത്ത് 15 ദിവസം ഡിലേ ആയിട്ടാണ്. ഇയാളോട് വിളിച്ചു പറയുന്ന ഒരു കേസുണ്ട്, അയാൾ എന്തോ ചികിത്സയിൽ എന്തോ ആണ്, ഇതിന്റെ പേര് വേണ്ടിട്ട് ആരും വിളിക്കാൻ നിൽക്കണം ഫോണുമായിട്ട്. യുഎയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളുമായിട്ട് ചാനലുകളായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേർ വന്നിട്ട് ഞാൻ ഇവരെ അങ്ങോട്ട് വിളിച്ചു, എല്ലാവരും. ഒരാളും ഫോൺ എടുക്കുക പോലും ചെയ്യും. അപ്പോൾ സോഷ്യൽ മീഡിയ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇപ്പോൾ പറഞ്ഞു സാമൂഹിക സേവനം പറഞ്ഞു, നിങ്ങളെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ വലിയ സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. വലിയൊരു സ്വപ്നം, അതായത് ഒരു പക്ഷേ ഇനി ഞങ്ങൾക്ക് അത് ചെയ്യാനും പറ്റില്ല. അതായത് ഞങ്ങള് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വിളക്ക് എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള 25 മക്കളുണ്ട്. ഞങ്ങളൊരു റമദാനിൽ അവിടെ പോവാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അവരെ ഞങ്ങളെ കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടിയാണ് ഞങ്ങളെ സുഹൃത്ത് വിളിച്ചിട്ട് അവനവിടെ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്നതാണ്. അവൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കുറെ സാധനങ്ങളെ കുട്ടികൾ കൊടുത്തു വിട്ടുകയാണ്. അങ്ങനെ അവൻ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു റമദാന് പോകുമ്പോഴാണ് ഈ കുട്ടികൾ കാണുന്നത്. അന്ന് ആ കുട്ടികളോട് എന്താ ഞങ്ങൾ പറയാം, ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നാണ്, അപ്പോൾ നമ്മൾ കുറച്ച് മിഠായി കൊടുത്തു, സ്വീറ്റ്സ് ഞങ്ങൾ ആദ്യം കൊടുത്തു വിടാറുണ്ട്. അങ്ങനെ ചോദിക്കണ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്തേണ്ട ചോദിച്ചു. അതിൽ ഞങ്ങളുടെ കുട്ടികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് ദുബായ് കാണണമെന്നോ. 25 കുട്ടികൾ പല തരത്തിലുള്ള, അതായത് പല ആളുകൾക്ക് പല രീതിയിലുള്ള ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. ഹാൻഡിക്യാപ്ഡിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം മാതാപിതാക്കള് ആ കുട്ടികളെ പരിചരിക്കുന്ന കണ്ടാൽ പിന്നീട് ലൈഫിൽ നമ്മളൊന്നും ഒരു തെറ്റും ചെയ്തു പോകില്ല. കാരണം അതായത് ഭയങ്കരമായിട്ട് ഓട്ടിസം ഉണ്ട്, പിന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ട്. അതിന്റെയൊക്കെ അളവൊക്കെ നമുക്ക് അതിന് മെഡിക്കൽ സംബന്ധമായിട്ട് പറയാനറിയില്ല, അത് അത്രമാത്രം ഉണ്ട്. അപ്പൊ അങ്ങനെ ആ കുട്ടികളെ ഒരു സ്വപ്നം പറയുമ്പോൾ ഞങ്ങൾ രണ്ടാളും അന്ന് തീരുമാനിച്ച്, എടാ നമുക്ക് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, നമുക്കൊരു 5 പേരെ, 5 പേരെന്ന് പറയുമ്പോൾ 5 പേരെ മാത്രമല്ല 5 പാരന്റ്സിനെയും കൂടെ കൊണ്ടുവരണം ആ കുട്ടികളെ. നമുക്കൊരു 5 പേരെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഫസ്റ്റ് മറ്റേ യാസ്രനാഥാപുരം, അങ്ങനെ യാസ്രനാഥാപുരത്തിൽ കണ്ട് ഹാഷിം തങ്ങളെ കണ്ടു. അപ്പോൾ ഒരു പറഞ്ഞ 5 അല്ല, എത്ര പേരുണ്ട് അവിടെ ആ സ്കൂളിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒരു 10-25 കുട്ടികളുണ്ട്. എന്തുകൊണ്ട് ആ സ്കൂള് മുഴുവനായിട്ട് നമുക്ക് കൊണ്ടുവന്നൂടാ? അപ്പൊ നമ്മൾ പറഞ്ഞു അതൊരു വലിയ അങ്ങനെ ഇവര് പറഞ്ഞു നമുക്ക് KP കാണാം. KP മുഹമ്മദ് പേരോട്, മറ്റേ കോഴിക്കോട് KMCCന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം, KP ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. അപ്പൊ KPന്റെ അടുത്ത് ചെന്നു. KP പറഞ്ഞു നമുക്കൊരു ദിവസം ഇരിക്കാന്ന് പറഞ്ഞു. ഒറ്റ സിറ്റിങ്ങിൽ ഇപ്പൊ ഞങ്ങളൊരു 20 പേര്, മറ്റേ സ്നേഹവിളക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീട്, അത് ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ടത് നാദാപുരത്തെയും കൊടുവള്ളിയിലെയും നിലമ്പൂരിലെയും എല്ലാവരും, മറ്റു വേറെ ഉണ്ട്, കാസർഗോഡൊക്കെ ഉണ്ട്, പക്ഷെ ഇവരാണ് എടുത്തു വേണ്ടത്. ഇങ്ങനെയുള്ള ഞങ്ങളൊരു 30 പേര് അവർ പറയണ എല്ലാം നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുവരാം. അത് ഞങ്ങളൊരു ഭയങ്കര സ്വപ്നം. ജീവിതത്തിൽ ഞങ്ങൾ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നേടാനുള്ള, കാരണം ആ കുട്ടികളോട് വന്നിട്ടുള്ള അവരുടെ ആ ഒരു പുഞ്ചിരി, അവരുടെ ആ ഒരു കണ്ണുനീരൊക്കെ ഉണ്ടല്ല. ഇനി ഞങ്ങൾ ഇനി ആര് ബാഡ് ക്യാമറ അടിച്ചാലും ശരി, എന്തടിച്ചാലും എല്ലായിടത്തും ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മക്കളെ കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് നാട്ടിൽ പോയി അവരുടെ നാട്ടിൽ വെച്ച് ഒരു സെൻഡ് ഓഫ് പ്രോഗ്രാം, ഒരാളിൽ നിന്ന് പോലും നാട്ടുകാരോടോ അവരുടെ പാരന്റ്സിൽ നിന്നും ഒരു കാശ് മേടിക്കാതെ അവരുടെ നാട്ടിലൊരു പ്രോഗ്രാം വെച്ചു. ഞങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാരും വിളിച്ചിരുന്നു, ഒരാൾ വന്നില്ല. ഒരു രാഷ്ട്രീയക്കാർ, അതായത് MLA വിളിച്ചു, MPA വിളിച്ചു, ചാനലുകൾ വിളിച്ചു, എല്ലാരെയും വിളിച്ചു. അന്ന് ഞങ്ങൾ ഷിയാസിനെ സ്നേഹിക്കാണ്ട കാരണം എന്താ പറയുക, അന്ന് ഈ പറഞ്ഞ ആളുകളെയും മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു. അന്ന് കൊച്ചിയിൽ നിന്ന് ഈ മക്കരപ്പുറം വരെ കാർ ഓടിച്ചു വന്നിട്ട് ആ കുട്ടികളെ COF ചെയ്യാൻ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ വരായിരുന്നു? ഈ പിള്ളേർക്ക് വോട്ടില്ലല്ലോ. അത് മാത്രമല്ല, അവിടുത്തെ അന്ന് മലപ്പുറത്തെ പിന്നെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ കളക്ടറും ഒക്കെ നമ്മളോട് വരാമെന്ന് ഏറ്റിരുന്നു. പിന്നെ അവരൊക്കെ ഓരോ കാരണങ്ങളും ആരും വന്നില്ല. പക്ഷെ അത് നന്നായി എന്നാ പറയുന്നത്. അന്ന് മിഡിൽ ഈസ്റ്റ് ഷമീൽ ബിൻ ജമീൽ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് കംപ്ലീറ്റ് ആളുകൾക്കുള്ള വിസ സ്പോൺസർ ചെയ്തു. ടിക്കറ്റ് ഒരു സ്പോൺസർ ഇല്ലായിരുന്നു, ഒരു സ്പോൺസർ. 30 പേര്, ആ 30 പേരില് 30 പേരുണ്ട്. അലി പറഞ്ഞ പോലെ എല്ലാവരുടെയും പേര് നമ്മൾ പറഞ്ഞു, ഒരാളെ പോലും വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ആരെയും പറയുന്നില്ല. ഈ പറഞ്ഞ മാതിരി ആശുന്തങ്ങളും KPയും എല്ലാവരും ഞങ്ങൾ ഈ അടങ്ങുന്ന ഈ 30 പേര് സ്നേഹവിളക്ക് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാർ 30 പേര്.
അതാണ് സ്ഥാപനത്തിന് കൊടുവള്ളിയിലെ സുഹൃത്തുക്കള്, നാദാപുരത്തെ സുഹൃത്തുക്കള്, നിലമ്പൂരിലെ സുഹൃത്തുക്കള്, ഇത് എടുത്ത് പറഞ്ഞു. കാരണം അവരാണ് ഏറ്റവും കൂടുതലായിട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നത്. അവര് വന്നു, തിരിച്ചു പോയി. അവരെ തിരിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്നു. അവരുടെ ആഗ്രഹം ബുർജ് ഖലീഫ കാണണമെന്നായിരുന്നു. ഏറ്റവും നല്ലൊരു സ്റ്റാർ ഹോട്ടലിൽ ഇവർക്ക് റൂം എടുത്തു. ഇവരുടെ പാരൻസ്, ഇവരുടെ ഡോക്ടേഴ്സ്, ഇവരെ കൂടെ അവിടെ പരിചരിക്കുന്ന നഴ്സസ് ആയിട്ടുള്ള പിള്ളേർ, മാലാകമാർ തന്നെ പറയണം, അവർ സ്റ്റാർ ഹോട്ടലിലെ ഫുഡ്. ഐ മീൻ നമ്മളൊരു VIP ഗസ്റ്റ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നാൽ അയാൾക്ക് എന്താണോ കൊടുക്കുക, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഈ സാധാരണ മുഖ്യമന്ത്രി, മന്ത്രിമാരൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ട് എയർപോർട്ടിൽ ഭയങ്കര സ്വീകരണമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ആളുകളെ അറിയിച്ചു, നിങ്ങൾ അവർക്കൊരു സ്വീകരണം കൊടുക്കണം. അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന എയർപോർട്ട്, കുട്ടികളെ ഭയങ്കര രസമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ആ കൂട്ടത്തിൽ വന്നൊരു കുട്ടി ലൈക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോയി ഒരു 3 മാസം കഴിഞ്ഞിട്ട് കുട്ടി മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടിട്ട് ഞാൻ ആ കുട്ടിയുടെ ഉപ്പയെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുട്ടിയെ ഒന്ന് വീഡിയോ കോളിൽ മയ്യത്ത് കാണണമെന്ന് പറഞ്ഞിട്ട് അതിൽ ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മകള് 28 വർഷം ജീവിച്ചു. വാപ്പാനിങ്ങനെ കൈ പിടിച്ചിട്ടല്ല കുട്ടി നടക്കില്ല. ആ വന്ന പാരൻസിൽ എല്ലാവരും ഉമ്മയുടെ കൂടെ വന്നത്, ഇയാൾ മാത്രമാണ് വാപ്പായിട്ട് വന്നത്. അതിൽ ഈ കുട്ടി അത്രയും വാപ്പയായിട്ട് അറ്റാച്ച്, കുട്ടിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ. അങ്ങനെ വാപ്പ മരിച്ചിട്ട് അയാൾ നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ കൊടുത്തിരുന്നു എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ. പക്ഷേ ഒരിക്കലും അവളുടെ ഒരു സ്വപ്നമാണ് ഇത് പുറത്തൊരു രാജ്യം പോയി കാണുക. അത് കുട്ടി തിരിച്ചു വന്നിട്ട് ആ മരിക്കുന്ന ബെഡിൽ കിടന്നിട്ട് വരെ കുട്ടി ഇങ്ങനെ പറയുന്നത് അത് ഇത് ഭയന്ന് ആ ഒരു സന്തോഷം കൊടുത്ത് എൻ്റെ മക്കളോട് തീർത്താ തീരാത്ത കടപ്പാടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടി ഇല്ലാതായെങ്കിലും ഇൻഷാ അല്ലാ നമ്മളന്ന് 50 പേരെയാണ് കൊണ്ടുവന്നത്. അത് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു കാര്യം റിവീൽ ചെയ്യാൻ പോവാണ്. അതായത് ഇത്രയും ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ചാനലിന് മുമ്പ് ഞങ്ങളുടെ പേജിലോ ഒരാളുടെ മുന്നിൽ പറഞ്ഞിട്ടില്ല. വിത്ത് ഞങ്ങളുടെ സ്നേഹവിളക്ക് എന്നുള്ള ആ 30 പേരുടെ വിത്ത് ദെയർ പെർമിഷൻ, അവിടെ പെർമിഷനോട് കൂടിയിട്ട് ഫസ്റ്റ് ഞങ്ങള് അത് നിങ്ങളുടെ ചാനലാണ് ഭാഗ്യം തന്നെ പറയാം ഞങ്ങൾ റിവീൽ ചെയ്യാൻ. ഞങ്ങൾ രണ്ടാളും ഡിസ്കസ് ചെയ്തെന്നല്ലാതെ ഞങ്ങളുടെ പ്രൊഫൈലിൽ പോലും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. ഈവൻ ഞങ്ങൾ അന്ന് ചെയ്ത അതേ സുഹൃത്തുക്കളോട് പോലും നമ്മൾ ഡിസ്കഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിത് പറയാണ് ഇൻഷാ അല്ലാ അടുത്ത ഡ്രീം എന്ന് പറയുന്നത് 2025 ഞങ്ങൾ ഇപ്പോ 2024 കൊണ്ടുവന്ന 50 പേരാണെങ്കിൽ അടുത്ത വർഷം ഞങ്ങള് ഇൻഷാ അല്ലാ ഞങ്ങളൊരു ഫ്ലൈറ്റ് നിറച്ച് ഒരു ഫ്ലൈറ്റില് 186 സീറ്റ് ഉണ്ടാവും. അവരുടെ സ്വപ്നം നമുക്ക് ഒരു ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് മറ്റൊരു സ്കൂൾ അല്ലെങ്കിൽ ഏറ്റവും കേരളത്തിൽ ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ജനങ്ങൾ പറയുന്ന ഒരു ടീമിനെ ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത് അവരുടെ ആഗ്രഹം എന്താണോ അതിപ്പോ ഒരു പക്ഷേ ദുബായ് ആണെങ്കിൽ ദുബായ്, അതല്ലെങ്കിൽ സാധ്യമാക്കും. അവരുടെ എന്താണോ ആഗ്രഹം അത് സാധ്യമാക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. തീർച്ചയായും അതിലൊരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റിന്റെ കേരളമോ തമിഴ്നാടോ എവിടുത്തെ എല്ലാ ടീമും നിങ്ങളുടെ കൂടെ കാണും, ഞങ്ങളും നിങ്ങളുടെ കൂടെ കൈ ചേരും. കാരണം എന്താ അറിയോ, ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് ഗൂസ് ആയി. എത്ര പേര് അറിഞ്ഞു എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പോകുമ്പം അതിനൊരു വിസിബിലിറ്റിയുടെ പ്രത്യേകത. എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ സങ്കടം കൂടി നിങ്ങളിപ്പോ പറഞ്ഞതിന് സല്യൂട്ട് തന്നുകൊണ്ട് പറയാം. ഒരു സങ്കടം കൂടെ പറയാനുണ്ട്. കാരണം ഞങ്ങൾ ആ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് വരുന്നതിന് മുമ്പ് ഞാൻ UAE ഒട്ടുമിക്ക മാധ്യമങ്ങളുമായിട്ട് ചാനലുകളായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. പേരൊരു ചാനലിനും പറയുന്നില്ല, എല്ലാ ചാനലും റേഡിയോ TV ചാനലുകളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ട്. ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാ ചാനലിൻ്റെയും ഓരോ ആർജസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിവരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഓക്കെ നമുക്കൊരു ദിവസം ഇവരെ സ്റ്റുഡിയോയിൽ ഇവിടെ ഇപ്പോൾ പാട്ട് പാടാൻ അറിയുന്ന അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങായിട്ട് പിന്നെ സംഗീത ആളുകൾ വരുമ്പോഴൊക്കെ സ്റ്റുഡിയോയിൽ ഭയങ്കര കോലാഹലം ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു ഷോ നാളെ നടക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേർ വന്നിട്ട് ഞാൻ ഇവരെ അങ്ങോട്ട് വിളിച്ചു. എല്ലാവരും ഒരാളും ഫോൺ എടുക്കുക പോലും ചെയ്തു. അത് സുഹൃത്തുക്കളായിട്ടുള്ള ആർജേഴ്സ്, വളരെ സുഹൃത്തുക്കളായിട്ടുള്ള സൗഹൃദമുള്ള ആർജേഴ്സ് വരെ ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ കൊണ്ടുവരുന്നതിന് മുൻപ് ഞങ്ങളോട് എഗ്രി ചെയ്തിട്ട് ആ സമയത്ത് എന്ത് ചെയ്തു, ഈ കുട്ടികൾ വന്ന സമയത്ത് മൈൻഡ് ആക്കുന്നില്ല, കോൾ എടുക്കുന്നില്ല, മെസ്സേജ് റീഡ് ചെയ്യുന്നില്ല. അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് പറയാ നിങ്ങളെ ഷെഡ്യൂൾ ഒരു ദിവസം ഞങ്ങളെ മക്കളെ കൊണ്ടുവരാൻ പറ്റും. ഇത് കൊണ്ടുവരാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് ഏകദേശം 20ഓളം ഇവിടുത്തെ മാധ്യമങ്ങൾ, പത്രങ്ങൾ അവർ വന്നിട്ട് നമുക്കിത് ചെയ്തു തന്നിരുന്നു. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം. നമ്മളെ ഷെഡ്യൂളിൽ നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ന സ്റ്റുഡിയോയിൽ നമ്മുടെ പിള്ളേരെ കയറ്റും,
പാട്ട് പാടുന്ന പിള്ളേരുണ്ട്, അവരെ കൊണ്ട് ഇത് പാടിപ്പിക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. കാരണം ഒരാൾ പോലും ഫോൺ എടുത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ അന്നത്തെ FM ഏതായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളെ 2 പിള്ളേർ വന്നു. അവരെ വീഡിയോ നല്ല വൃത്തിക്ക്, പിന്നെ ജയ്സലും തീർച്ചയായിട്ടും അവരെ മറ്റുള്ള ഇവിടുത്തെ മുഖ്യധാര അവരാരും വന്നില്ല തടഞ്ഞപ്പോഴും അന്ന് RJ റഫ ആൻഡ് RJ ജയ്സൽ ഇവർ 2 പേര് വന്നു കുട്ടികളുടെ ബൈറ്റൊക്കെ എടുത്തിട്ട് പോയിട്ടോ. അത് നമ്മൾ എടുത്ത് പറയേണ്ടത്. പിന്നെ അതിന്റെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾ കൂടുതൽ ആൾ കണ്ടിട്ടുണ്ടാവില്ല പുറത്ത്. അതിന് കാരണം ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേന് ആദ്യം തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പാരന്റായിട്ടും അവരുടെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും കൂടെ നിന്ന് സഹകരിച്ചിട്ടുള്ളത്. അവരോട് ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, കുട്ടികളുടെ വൈകല്യങ്ങൾ കാണിച്ചിട്ട് സെന്റിമെന്റ്സ് കാണിച്ചുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഈ മക്കളുടെ ഒരു വൈകല്യം പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. ഫീലിങ്സിന് വേണ്ടി വീഡിയോ ഫീലിങ്സ് വെച്ചിട്ട് ലൈക്കൊക്കെ അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് വീഡിയോ ടാലന്റ് നമുക്ക് ആളുകൾ കാണിച്ചു കൊടുക്കാം. പല പേരൻസിനും അതിന് ഞങ്ങളൊരു ഷോ വെച്ചു, ഒരു വൈൻഡ് അപ്പ് മെഗാ ഷോ വെച്ചു അജ്മാലിൽ വെച്ചു. അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റേജ്. അതിനെടുത്ത് പറയേണ്ടത് ഹനീഫ് കയുടെ ഹനീഫ് മീഡിയ എന്ന് പറയുന്നത് ആ പുള്ളിക്കാരനാണ്. അന്നത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് പുള്ളിയാണ് നമുക്ക് വേണ്ടി ചെയ്തത്. സൗണ്ട് മറ്റുള്ള അവരുടെ കുട്ടികൾ 1.5 മാസത്തെ കുട്ടികളുടെ പ്രിപ്പറേഷൻ, അവർ പഠിച്ച് ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേർ സ്റ്റേജിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. ശരിക്കും ഞാൻ MC RJ ആയിട്ട്, അതുപോലെ തന്നെ ഞാൻ പണ്ട് നാട്ടിൽ ഫുട്ബോൾ കമൻട്രി പറയുന്ന ആളാണ്. അത് കഴിഞ്ഞ് വടംവലി ചെയ്തു. ഇവിടെ ഏകദേശം 100ഓളം ഷോക്ക് അവതാരകനായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഷോ അതായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചാനലുകൾ നമ്മൾ ഇങ്ങനെ എന്തുകൊണ്ട് അവരത് തിരസ്കരിച്ചു എന്നുള്ളത് പിന്നീട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഓൾറെഡി നിങ്ങൾക്ക് ഭയങ്കര റീച്ചായി, അപ്പോൾ ഇനിയിപ്പോൾ ചാനൽ എന്ത് ചെയ്താലും ചാനലിൽ അതിൻ്റെ റീച്ച് കിട്ടൂല എന്നാണ് അവർ അന്ന് പറഞ്ഞ മറുപടി. കഴിയുമ്പം ഇതൊരു ബിസിനസ് കൂടെയാണല്ലോ, മറ്റുള്ളവർക്ക് ഇത് ബിസിനസ്സാണ്. ഇത് ഞങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സ്നേഹവിളക്ക് എന്ന സ്ഥാപനത്തിലെ എല്ലാവരും ബിസിനസ്സുകാരാണ്, എല്ലാവരും കച്ചവടക്കാരാണ്, എല്ലാവർക്കും സ്ഥാപനം ഉള്ളതാണ്. ഒരാളുടെ ആ പ്രോഗ്രാം ഒരു മെഗാ ഷോ നടക്കുന്നത്, നമുക്കറിയാം ഒരു മെഗാ ഷോ നടക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും. പക്ഷെ ഹനീഫ് ഖാനെ പോലത്തെ വലിയ ആളുകളെല്ലാം കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നു. പക്ഷെ എന്നാലും ഈ സ്നേഹവിളക്കിലെ ഇത്രയും ആളുകൾ എല്ലാവരും ബിസിനസ്സുകാരാണ്. ഒരാളുടെ ഒരു സ്ഥാപനത്തിന്റെ പോലും ഒരു ഫോട്ടോയോ സ്റ്റിക്കറോ കാര്യം ഒന്നും തന്നെ ഈ കുട്ടികൾ വന്നിറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന അതുവരെ അതിലുണ്ടാവില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ സന്തോഷിച്ചാൽ നമ്മളിവര് തിരിച്ചു പോകുമ്പോൾ, സാധാരണ നമ്മളൊരു പ്രവാസി 2-3 വർഷം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരു പെട്ടി സാധനം വാങ്ങും. ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിലെ മുഴുവൻ ആളുകൾക്കും 25 കുട്ടികൾക്കും അവരുടെ പാരൻസിനും എല്ലാവർക്കും ഒരുപോലത്തെ ഒരാൾക്ക് 1000 ദിറം വെർത്ത് വരുന്ന സാധനമുള്ള ഒരു പെട്ടി, 30 കിലോയുടെ പെട്ടി ഉണ്ടാക്കി. എന്നിട്ട് ഈ പെട്ടിയായിട്ട് ഞങ്ങളും തിരിച്ചുപോയി. ഇവരുടെ കൂടെ തിരിച്ചുപോയി നാട്ടിൽ ഇവരുടെ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് അതേ സ്കൂളിൽ ഇവർ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇവർക്ക് കൈമാറുന്നത് ഈ സ്നേഹ സമ്മാനം. അതിന് ഞങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തത് കൊടുവള്ളി ബ്രദേഴ്സാണ്. ഭയങ്കരമായിട്ട്. കാരണം ഈ 30 ഉറക്കമില്ലാതെ 5 ദിവസം ഞങ്ങളെ കൂടെ എല്ലാവരുടെ സാധനം പാക്ക് ചെയ്ത് എല്ലാവർക്കും സന്തോഷമായിട്ട് അവർ വീട്ടിൽ. പക്ഷെ ഇന്ന് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ഏൺ ചെയ്തെന്ന്. ഞങ്ങൾക്കൊരു വലിയ കുടുംബമുണ്ട്. ഇപ്പം ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു വലിയൊരു സൊസൈറ്റി മൊത്തം നമ്മുടെ. പിന്നെ ഈ ബാഡ് കമന്റ് അടിക്കുന്നവരൊക്കെ അത് അവരുടെ ജോലിയാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിൽക്കോ. നമുക്ക് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ മൈക്ക് ഓൺ ആക്കിയിട്ട് വളരെ നല്ല കാര്യം പറഞ്ഞിരിക്കാനൊക്കെ നമുക്കറിയാം. അതിങ്ങനെ പറയാം, കാരണം 2 ആൾക്ക് വാക്ക് സാമർത്ഥ്യം ഉള്ളതാ. നല്ല നല്ല പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് എന്താ പറയാ എന്നിട്ട് നമ്മളൊന്നും തന്നെ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലൈക്കും കമന്റൊക്കെ തരും. പക്ഷെ നമ്മൾ ചെയ്യാനിറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വിമർശിപ്പം. നിങ്ങൾ തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യും? അല്ല ഞാൻ ചോദിക്കാം, നിങ്ങൾ TV-യിലൊക്കെ നേരത്തെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ടൈമൊന്നുമില്ല. നമ്മൾ ഇതിനോട് പാഷനേറ്റീവും കൂടെ ആണല്ലേ. ഞങ്ങളുടെ ഒരു ചെറിയ ഷോർട്ടായിട്ട് ഞങ്ങളുടെ ഒരു സ്കെഡ്യൂൾ പറയാം. ലൈക്ക് ഞാൻ 7 മണിക്ക് എണീക്കും. പിള്ളേർ ഇവിടെ ഉള്ളതുകൊണ്ട് 7:30 ആകുമ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുവിടും. 8 മണിക്ക് ഓഫീസിലെത്തും. 8 to 2 മണി വരെ ഓഫീസിലുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളായിട്ട് ഞങ്ങൾ അത്രയും സമയം ഇവന് ബീച്ചിൽ ഇവൻ്റെ ജോലിയും കാര്യങ്ങളാണ്. 2 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി 2 to 6 മണിയുള്ള സമയമാണ് ഞങ്ങളുടെ സമയം ഒരുമിച്ചുള്ളത്. ഒരുമിച്ചെന്ന് പറയുന്നത് ഞങ്ങൾ വീഡിയോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് എഡിറ്റ് ചെയ്യണം. എല്ലാ ദിവസവും വീഡിയോ ചെയ്യും.
മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് 30 ദിവസത്തിലെ എങ്ങനെ പോയാലും പ്രൊമോഷൻ. എഡിറ്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണ് വേറെ ആളെ അല്ല നമ്മൾക്ക് നമ്മുടെ ഷാന് ഫറാൻ നമുക്കൊരു പയ്യനുണ്ട്, പുള്ളിയാണ് ഇപ്പൊ റീസെന്റ് ഇതുവരെ സാലറി എടുത്തിരുത്തേക്കുക അല്ല ചോദിച്ചാ ഇപ്പൊ അത് ഒരാൾക്ക് തൊഴിൽ കൊടുക്കുകയാണ്. തീർച്ചയായും അല്ല ഞാൻ പറഞ്ഞ അതന്നെ ചോദിച്ചത്. അല്ല ഇതുവരെ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഞങ്ങൾ തന്നെ ചെയ്തത് 6 മണിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളും കൂടെ നോക്കണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബാക്ക് ടു എൻ്റെ ഓഫീസിൽ പോകും. 9 മണി ഒരു ഓഫീസുണ്ട്, ഇവൻ ബാക്ക് ടു ഇവൻ്റെ ജോലിക്ക് പോകും. 9 മണിക്ക് ഓഫീസ് അടച്ച് ഞാൻ ഇറങ്ങും, ഇവൻ്റെ പണി കഴിഞ്ഞ് ഇറങ്ങും, നേരെ ഷോപ്പിൽ പോകും. ഷോപ്പ് 12 മണിക്കാണ് ക്ലോസ് ചെയ്യുക, ഷോപ്പിലുണ്ടാവും. ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ 1 മണിയാവും. ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു 1:30 3 മണി ഞാൻ കിടന്നുറങ്ങുമ്പോൾ വീണ്ടും 7 മണിക്ക് എഴുന്നേക്കും. വീണ്ടും 7 മണി. അപ്പോൾ നിങ്ങൾ പറയും വെള്ളി ശനി ഞായറും ഇല്ലെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഡബിൾ പണിയാണ്. കാരണം ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യേണ്ടത് ഈ പറയുന്ന വെള്ളി ശനി ദിവസം. അപ്പൊ നിങ്ങളെ കണ്ടാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അല്ലേ? ഇൻഫ്ലുവൻസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം, ഈ മുന്തിർ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ആളാണോ? ഏടി ഉണ്ടാക്കുമോ? എങ്ങനെ എല്ലാത്തിലും റെഡിയാക്കി ഉണ്ടാക്കുന്ന ആളാണോ? അത് നമ്മുടെ നേച്ചറിലുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ ഈ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് നമ്മൾ വിട്ടുകൊടുക്കില്ലാത്തൊരു സ്വഭാവമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇതിലിപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ, ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ മുമ്പിലിരുത്തി പറയുന്നൊരു പരിപാടി നമുക്കില്ല. ഇപ്പോൾ ചോദ്യം ചോദിക്കാനാണ് പല സ്ഥലത്തേക്കും നമ്മളെ വിളിക്കുക. അപ്പം നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടില്ല. ബട്ട് എൻ്റെ മൈൻഡിലുള്ളത് ഇയാളോട് ഇത് ചോദിക്കണം. ചില സ്ഥലത്ത് അത് ആപ്റ്റാവും, ചില ആപ്റ്റാവില്ല. അത് ചില സ്ഥലങ്ങളിൽ ആ വേ ഓഫ് ടോക്ക് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പണ്ടൊരു പണി കിട്ടിയതാണ്. പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്, പറഞ്ഞ രീതിയിൽ ചെറിയൊരു ഇതുണ്ടായിട്ട് അതിനുശേഷം അത് ഭയങ്കര വിവാദമായി. പക്ഷെ പിന്നീട് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ പിന്നീട് ആ ഗായകനെ യുഎയിലേക്ക് എൻട്രി തന്നെ അല്ലാതായി പോയി. മറ്റൊരാളില്ലാത്തൊരു പെരുന്നാളില്ലായിരുന്നു. പക്ഷെ അത് അന്ന് അതിനുശേഷം പിന്നീട് ജനങ്ങൾ അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു പോയതിനു ശേഷം ഒരു ഗായകനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞൊരു റിയാലിറ്റി സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ ശരിക്കും സമൂഹം മൊത്തം ഞങ്ങൾ പറഞ്ഞ ഒരു ഒറ്റപ്പെടുത്തി. ബുദ്ധിമുട്ടുണ്ടോ? അല്ല, കൊല്ലം ഷാഫി പേര് പറയുന്നതിന് വരാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ പറഞ്ഞു തീർന്നതാണ്. പക്ഷെ ഷാഫിക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ബ്രേക്ക് ത്രൂ ആണ്. ഞങ്ങളുടെ കരിയറിലൊരു ബ്രേക്ക്. ആ ഒരു പ്രശ്നം അവിടെ നിന്ന് അങ്ങോട്ട് പഠിച്ചാൽ വിചാരിച്ച് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതൊരു നിമിത്തമായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് പറയാനുള്ള ജീവിക്കാൻ കുറഞ്ഞ സമയം കിട്ടുള്ളൂ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ആരെയും ഭയപ്പെടാം, അതിന് തല്ലുണ്ടാക്കുക എന്നല്ല. അത് അന്ന് സംഭവം സീരിയസ് ആയിട്ട് കേൾക്കുന്ന കാര്യം. അന്ന് ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം വെച്ചാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പറഞ്ഞത് നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞോളൂ, പക്ഷെ അത് ജനങ്ങൾ എടുത്തത് വേറെ രീതിയിലായി. അതങ്ങനെ ഇവരത് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുന്നല്ലേ ഇത്. ഇവരെന്ത് ചെയ്ത് ഇവിടെ അപ്പോഴേക്കും വലിയ ബിസിനസ്മാൻമാരെ വിളിച്ചിട്ട് അത് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് ഇവിടെ ഞങ്ങളുടെ പേരിൽ കേസ് ഇട്ടു. അത് കേസായി, ഞങ്ങൾക്ക് ട്രാവൽ ബാനായി. ആ സമയത്താണ് എൻ്റെ ഉമ്മാന്റെ അനിയത്തിന്റെ മോന് റൊമേനിയയില് ഈ ഗ്ലാഡിങ്ങിന്റെ ഒക്കെ പരിപാടിയാ. ആ കുട്ടി എൻ്റെ അനിയനാ, അവൻ അവിടുത്തെ ബിൽഡിങ്ങിന്റെ താഴെ വീണ് മരിക്കാണ്. അപ്പൊ ഇവരാണ് ഇവിടെ കേസിട്ട്. അന്ന് അങ്ങനെ ഇവന്റെ നാട്ടിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് ഇവനോട് ദുബായിന്ന് റൊമാനിയക്ക് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാ, ആ മയ്യത്ത് അവിടുന്ന് ക്ലിയർ ചെയ്യാ. നാട്ടിൽ നിന്ന് പോകണമെന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇവര് പറയണേ ഈ മുന്തിരും പോയിക്കോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയണേ. അപ്പൊ ഞാൻ അവനോട് പറയാം, വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ട്, അവിടെ വീട്ടിൽ ഇങ്ങനെ മരണ വീടല്ലേ, ട്രാവൽ പ്ലാൻ, ഇത് ഇവർക്ക് അറിയൂല. എനിക്കിത് പറയാം, ഈ ഗായകന് ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത ആളുടെ അടുത്ത് പോയി എന്റെ അനിയൻ മരിച്ചു കിടക്കാണ്, മയ്യത്ത് ക്ലിയർ ചെയ്യാൻ പോകും. എന്തിനാ കേസ് കൊടുത്തത്? അയാളെതിരെ ഈ പറഞ്ഞതിന് സോഷ്യൽ മീഡിയ നമ്മളിപ്പോ നിങ്ങളെന്നോട് വെച്ചിട്ട് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ഈ രാജ്യത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അന്ന് പുള്ളിക്കെതിരെ അലിഗേഷൻസ് ഉണ്ടാക്കി പുള്ളിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് വന്നത്. ഞാൻ നാട്ടിലായിരുന്നു, ഇവനെ നാട്ടിലായിരുന്നു. തിരിച്ച് ഞാൻ നാട്ടിൽ നിന്ന് മകൻ്റെ സുന്നത്ത് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരികയാണ്. എയർപോർട്ടിൽ വെച്ചിട്ട് ഇതുപോലെ കേസുണ്ട്, ലോക്കായി. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പിന്നെ സ്റ്റേഷനിലേക്ക് വരണം. ഞാൻ എൻ്റെ ചെറിയ പൈതലിനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിൽ പോകാം. പിന്നെ നമ്മളും തിരിച്ചു കേസ് കൊടുത്തു. കാര്യം ഞാൻ പറയട്ടെ, അന്ന് അതേപോലെ
ഞാൻ ഈ കേസ് നിങ്ങൾ എന്തിനാ അവർക്കെതിരെ സാമൂഹ്യപരമായിട്ട് അപമാനിച്ചത്? അപമാനിക്കല്ല, സംസാരിച്ചത് ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് മാനസികമായിട്ട് വിഷമമുണ്ടാക്കിയപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതാണ്. പറഞ്ഞോളൂ. ആ പറഞ്ഞ ശൈലി മാറിപ്പോയി. അത് സത്യം പറഞ്ഞാൽ ആ ഒരു ശൈലിയിൽ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോഴും പറയുന്നുണ്ട്. അതന്ന് ആ ശൈലി മാറിപ്പോയി. അല്ല, കണ്ടന്റ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ പറഞ്ഞ രീതി മാറിപ്പോയി. അങ്ങനെ ഇത് കേസ് കാരണം ആ മയ്യത്ത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 15 ദിവസം ഡിലേ ആയത്. എൻ്റെ അനിയന്റെ മയ്യത്ത് 15 ദിവസം ഡിലേ ആയിട്ടാണ് അന്നെത്തി. കാരണം എനിക്ക് ഇവിടുന്ന് പോയിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ അവസാനം അത് KMCCയും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് ഒരുപാട് ഡിലേ ആയി. അത് ഈ ഒരു പ്രശ്നം കാരണം എനിക്കന്ന് റൊമേനിക്ക് പോകാൻ പറ്റില്ല. എന്നെ വിളിച്ചിട്ട് എൻ്റെ കുടുംബങ്ങൾ പറഞ്ഞാണ് പോയിട്ട് ചെയ്യും, മുന്തറിനെയും കൂട്ടിയിട്ട്. ഇപ്പം അവിടെ ഫ്രണ്ട്സും ഉണ്ട്. രണ്ടുപേർക്കും വേണമായിരുന്നു അല്ലേ? അതിപ്പോ ഏത് കേസ് വന്നാലും ഇപ്പൊ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ട്രാവൽ ബാൻ നോർമലി വരുന്നതാണ്. അങ്ങനെ പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. പിന്നെ അത് കോംപ്രമൈസ് ആയി. ഇയാളോട് വിളിച്ചു പറയുന്ന ഒരു കേസുണ്ട്. അയാൾ എന്തോ ചികിത്സയിൽ എന്തോ ആണ്. ഇതിന്റെ പേര് പറഞ്ഞിട്ട് ആരും വിളിക്കാൻ നിൽക്കണ ഫോൺ കട്ടാക്കി. ഞങ്ങൾ മുന്നേ സ്പീക്കർ ഇട്ടിട്ടാണ് ഇയാൾ വിളിക്കുന്നത്. ഇതില് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നേട്ടങ്ങൾ മാത്രമല്ല, കോട്ടങ്ങളുണ്ടാവും. അതിനെ നമ്മൾ നേരിടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പണി കിട്ടിയ പല കാര്യങ്ങളുണ്ട്. ഭയങ്കരമായ ഒരു പണി കിട്ടിയ അതുകൂടെ അല്ലാതെ പറയില്ല. നമുക്ക് സാധാരണ കോള് വിളിക്കുക, ബിൽഡിങ്ങിന്റെ താഴത്താണ് AC ഇല്ല, ഞാൻ പുറത്ത് കിടക്കുകയാണ്, എനിക്ക് ഒരു മാസത്തെ റെന്റ്, ഇത് ഇങ്ങനെയുള്ള കേസാണ് കൂടുതൽ വരിക. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ മൊബൈലില് ഒരു ജെൻ ഷോപ്പ് വീഡിയോ കഴിഞ്ഞിട്ട് ഇറങ്ങാം. വിളിച്ചപ്പോൾ എനിക്ക് കോൾ ഇങ്ങനെ നിരന്തരമായിട്ട് വാട്സപ്പ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കണ കഴിഞ്ഞിട്ട് വിളിക്കാനെ വിളിച്ച് അപ്പൊ ഈ പയ്യൻ മണിക്കാൻ ഞാൻ ഈ അല്ലാതെ പാർക്കിന്റെ താഴെ ഒരു വെള്ളത്തിന്റെ ബോട്ടിലും പിടിച്ചിരിക്കുകയാണ്. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും വരാൻ കഴിയൂച്ചു. അപ്പോൾ പറഞ്ഞു വെള്ളം റൂമിലല്ലേ പുറത്ത് കിടക്കണതാണ്. ഞാൻ അവനോടൊന്ന് പോവാം. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കിടക്കാനും കുറച്ച് ക്യാഷ് തന്ന് അതും കൊണ്ട് പോവാണ്. അപ്പോൾ നേരെ അവിടെ ചെന്നപ്പോൾ ഈ പയ്യനിങ്ങനെ മുഷിഞ്ഞിട്ട് സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്. അപ്പം ഞാൻ വിളിച്ചു, മോനെ എന്താ പ്രശ്നം? റൂമിന്റെ വാടകയല്ലേ? ഈ പൈസ സ്പോട്ടിൽ കൊടുത്തു. ഒരു പാകിസ്ഥാൻ്റെ അടുത്താണ് റൂമിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അയാൾ പാസ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട് റൂം റെന്റ് കൊടുക്കാത്തതിന്. അതിന് മുമ്പ് 2 മാസം കണ്ട് കൊടുക്കാണ്ടെന്ന് അതും അതിലേക്ക് കുറച്ച് ക്യാഷും കൂട്ടി കൊടുത്തിട്ട് അത് ക്ലിയർ ആക്കി. അപ്പോൾ ഓൻ എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഓന് വിസ കഴിഞ്ഞിട്ട് ഫൈൻ ഉണ്ടാണ്. അപ്പൊ ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ഷാഹിദ് മാണിക്കൂത്തുണ്ട്, നമ്മളെ സുഹൃത്ത്. ഷാഹിദിനെ വിളിച്ചിട്ടുണ്ട്, ഷാഹിദെ ഒരു റൂം വേണം, ഒരു അറേഞ്ച് ചെയ്യണം. അപ്പൊ ഷാഹിദ് വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഓന് ഫ്ലാറ്റിന്റെ പരിപാടി ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇൻഫ്ലുവൻസർ വീഡിയോ ചെയ്യുന്ന ആളാണ് ഷാഹിദ് മാണിക്കൂത്ത്. ഷാഹിദ് പറഞ്ഞു നേരെ കൊണ്ടുപോകും. ഒരുപാട് പേർക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഷാഹിദ്. അങ്ങനെ ഷാഹിദ് എൻ്റെ അടുത്ത് ഞാൻ ഈ ചെക്കനെ കൊണ്ടുപോകുന്നു. ഈ ചെക്കന് ഷാഹിദ് അപ്പം തന്നെ അവിടെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിക്കണേ. എത്ര നേരം എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചോ, ഇവിടെ റൂമുണ്ട്, ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത് ഓനവിടെ സെറ്റാക്കി. പിറ്റേന്ന് ഷാഹിദ് വിളിച്ചു, ഫൈൻ അടക്കണം. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് 1-2 വീഡിയോൻ്റെ പൈസ എടുത്തിട്ട് ഫൈൻ അടക്കാം. അങ്ങനെ ഞങ്ങൾ എന്ത് 2-3 വീഡിയോൻ്റെ പൈസ എടുത്തിട്ട് ആ ചെക്കൻ്റെ ഫൈനും അടച്ചു. നാട്ടിൽ കയറ്റി കൊണ്ടേ, നാട്ടിൽ കയറ്റി കൊണ്ട് ടിക്കറ്റ് വേണം. അങ്ങനെ ടിക്കറ്റിന് ഇനിയിപ്പോൾ എന്താ? അപ്പോൾ ഞാൻ അവനോട് ചോദിക്കണ്ടാടാ, എൻ്റെ നാട്ടുകാരെ കൂട്ടുകാരെ എന്തെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഒരാളുമില്ല. ഒരു സുഹൃത്തുണ്ട്, ഓൻ്റെ പണി പോയി കിടക്കുന്നത് തരാനില്ല. അങ്ങനെ ഒരു കേക്കിൻ്റെ ഷോപ്പ് അയാളോട് ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം, നാട്ടിൽ എനിക്കൊരു ഈവെന്റ് നടക്കുന്നുണ്ട്, അവിടെ ഹണി കേക്ക് ഉണ്ടാക്കില്ല, ഹണി കേക്കിന്റെ ഇതുണ്ട്, ക്രീമുണ്ട്. ആ ക്രീം കൊണ്ടുപോവാണെങ്കിൽ അത് 10-15 കിലോ ഉണ്ട്. അത് കൊണ്ടുപോവാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരാം. പ്രോഗ്രാമിനുള്ളതാണ്, ഈവെന്റ് നടത്താനുള്ളതാണ്. അപ്പോൾ ഈ ചെക്കനോട് ഹണി കേക്ക് നടത്താനുള്ള ക്രീമാണ്, ഇത് നാട്ടിൽ കൊടുത്താൽ മതി, എയർപോർട്ടിലാണല്ലോ. അങ്ങനെ ഇവരെല്ലാം പോയി കയറ്റി വിട്ട്, ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട് ഞങ്ങള് ആ കേക്കിന്റെ ആള് വിളിക്കുന്നുണ്ട്, എടാ പയ്യൻ ഇറങ്ങിയിട്ട് സാധനം കൊടുത്തിട്ടില്ല. ഇവനെ വിളിക്കുമ്പോൾ നമ്പർ വിളിച്ചാൽ കിട്ടുന്നില്ല. ഓൻ്റെ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ മോൻ ദുബായി തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങൾ കുടുങ്ങിയില്ല. കേക്കിന്റെ കടക്കാരൻ പിടിച്ചിട്ട് ഞങ്ങളെ ഭയങ്കര തെറി, ഒരു സഹായം ചെയ്തെന്നല്ലേ. എന്നിട്ട് അങ്ങനെ അല്ലെ ലാസ്റ്റ് ഞങ്ങൾ 2 ഇവനെ വോയിസ് ഇട്ടു, പൊന്നും മോനെ ഇതുപോലത്തെ ഒരു പണി തരരുത്. അപ്പൊ എന്താ സംഗതി എന്നറിയോ, ഈ പുള്ളി വിചാരിച്ചു ഇവനോട് ഇതാരോ പറഞ്ഞു മുൻകറും പപ്പനും തന്നല്ല. ദുബായിലൊക്കെ നല്ല കിലാടികളാ, ഇത് സ്വർണ്ണാവും. നീ ഇതെന്ത് ചെയ്തോ, ഏതെങ്കിലും ജ്വല്ലറി കൊണ്ടുപോയിട്ട് ഗോൾഡ് പൊട്ടിക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. ബന്ധപ്പെട്ടിട്ട് ഇവൻ ഏതോ ആളുകളെ ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, നിങ്ങൾ വാങ്ങുന്നു. ഇവരിത് ഇട്ട് പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഇതെന്തോ വലിയ പൊതിയല്ലേ, ഇതിൽ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് ബാംഗ്ലൂർ പോയിട്ട് ഇത് ഉരുക്കിയാണ് ഈ കേക്കിന്റെ സാധനം. പാക്കറ്റ് മൊത്തം പൊട്ടിച്ചിട്ട് ഇവര് ചെക്ക് ചെയ്ത്, ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഗോൾഡ് ഇല്ലാന്ന് പറഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്ത് രാത്രിന്റെ വോയിസ് കേട്ട് ഞാനൊക്കെ പോയി അതിൽ ഇവൻ എന്ത് ചെയ്ത്, പിന്നെ ആ കേക്കിന്റെ ടീം അഡ്രസ്സ് കൊടുത്തു, പറ്റുന്നുണ്ട് അവിടെ എത്തിക്കുന്ന പറഞ്ഞ്
ഞാൻ ഈ അഡ്രസ്സ് വിട്ടു കൊടുത്തു, ഇനി എന്നോട് സംസാരമല്ല, എന്താന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്ത് ഏതൊരു ഓട്ടോ വന്നു, ഈ പൊട്ടിച്ച പാക്കറ്റുകളൊക്കെ കൂടെ അവിടെ ഇട്ടിട്ട് ഓട്ടോ പോയാണ്. അയാള് ഒരു സപ്പോർട്ട് ചെയ്തിട്ടാണത് അവൻ ചിന്തിക്കണതാ. എന്നുവെച്ചാൽ നമ്മളെ ഒരു മനുഷ്യനെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഗതികേട് കൊണ്ട് ഒരു സ്ഥാപനം നമ്മളെ ഹെൽപ്പ് ചെയ്താണ്. അത് അവസാനം ഇവൻ വിചാരിച്ചു ഇതിന്ന് വല്ല നിധി എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് പണി തന്നു. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ, ഒരുപാടുണ്ട്. ഇത് ഒരുപാട് കഥകളുണ്ട്, ഇഷ്ടം പോലെ. ഇനിയും കഥകൾ കേൾക്കണം. തീർച്ചയായിട്ടും. ഇത്രയും നേരം നിങ്ങൾ ചെലവഴിച്ചു. നിങ്ങൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണി മേടിക്കാറുണ്ട്. ഇപ്പം ഇനിയും എത്ര പണി കിട്ടിയാലും ഇനിയും സാമൂഹിക പ്രവർത്തനം. ഞാൻ ഇവനോട് പറയുന്നാല് നമ്മളെന്താണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ 25% പോലും നമ്മൾ വളർന്നിട്ടില്ല. നേരത്തെ പുള്ളി പറഞ്ഞല്ലേ, നമുക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഇവിടെ യു എയിലുണ്ട്. സലാം പാപ്പനശ്ശേരി, നിസാർ പട്ടാമ്പി, KP മുഹമ്മദ്, ഹാഷിം തങ്ങള്, അങ്ങനത്തെ ഒരുപാട് ആളുകൾ. ഇവരുടെ ജനറേഷൻ ഇപ്പോൾ നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ ഒക്കെ വിരമിച്ച പോലെ റിട്ടയർമെന്റിലേക്ക് പോകുന്ന ഒരു സമയം വരും. ഒരു ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ. നമുക്ക് പറ്റുന്ന നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചെറിയ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ദുബായിൽ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിപ്പോൾ സോഷ്യൽ മീഡിയയും വീഡിയോ ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടേതായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ളവർക്ക് കൂടാം, അല്ലാത്തവർ ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ബാഡ് കമൻ്റ് അടിക്കുന്നവർ ആ വഴിക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും സാമൂഹ്യ പ്രവർത്തനവുമായി ഇവരിവിടെ തന്നെ കാണും. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. പക്ഷെ നേരത്തെ ക്രീമിൻ്റെ കഥ പോലെ പറ്റിക്കരുത്, ഇവർക്കിടെ തേക്കാൻ നിൽക്കരുത്. അപ്പോൾ തീർച്ചയായും ഇനിയും മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും ഒരു കൈയായിട്ട് ഞങ്ങളുണ്ടാവും. നിങ്ങളോട് നന്ദി പറയണം. കാരണം അന്ന് ഞാൻ പറഞ്ഞ അതേ ചാനലുകളുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ആരും എന്തോന്നറിയില്ല ഇന്റർവ്യൂ ഒന്നും വിളിക്കാറൊന്നുമില്ല. എന്തായിരുന്നു അതല്ല, ഞങ്ങൾ പറഞ്ഞത് ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് വേണ്ട, അതിന്റെ മീനിങ് വലുതാണ്. ഓക്കെ, അത്രയ്ക്കൊന്നുമില്ല. ഞങ്ങള് സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് ഇവിടുത്തെ വലിയ നല്ല മനുഷ്യരുണ്ട്, അവരുടെയൊക്കെ താഴെ അവരുടെയൊക്കെ നീളമായിട്ട് ഇതുപോലെ ഞങ്ങളാൽ കഴിയുന്ന നമ്മളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതോ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റും. ഇവിടെ ബുദ്ധിമുട്ടുന്ന ഭക്ഷണം കിട്ടാത്ത, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് UAE അല്ലേ, ഇവിടെയൊക്കെ ഭക്ഷണം കിട്ടാത്തവരുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വിസയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിമാനം, നമ്മുടെ കേരളത്തിൽ 4 എയർപോർട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്ന വിമാനങ്ങളുടെ കണക്കെടുത്താൽ ചുരുങ്ങിയത് 1000 പേര് ജോലി അന്വേഷിച്ച് ഒരു ദിവസം 1000 പേര് ജോലി അന്വേഷിച്ച് വരുന്നുണ്ട്. അതിൽ ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നിലനിൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും ഞങ്ങളും ഉണ്ടാവും. സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് തീർത്താൽ തീരാത്ത കടപ്പാണ്. ഓക്കെ.